24 വർഷത്തെ സേവന പാരമ്പര്യത്തിൽ വണ്ടൂരിൽ ആദ്യമായി ഓപ്പൺ ലൈവ് കിച്ചണുമായി ആത്താസ് ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. ആത്താസ് ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. പൂങ്ങോട് NDA സ്ഥാനാർത്ഥിയുടെ ജാഥയെ ആക്രമിച്ചെന്ന പേരിൽ പോലീസ് കള്ളക്കേസെടുത്തതായി ഡിവൈഎഫ്ഐ. തുഷാർ വെള്ളാപ്പള്ളിയുടെ വാഹനജാഥ പ്രകോപനപരമായ രീതിയിൽ പ്രവർത്തിച്ചതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്നും കേസിലുൾപ്പെട്ട റിയാസ് പാലോളി പറഞ്ഞു. അങ്ങാടിയിലെ കല്യാണ വീട്ടിലെത്തി വിറകും വടിയുമെടുത്ത് BJP പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയാണുണ്ടായതെന്ന് റിയാസ് പാലോളി പറഞ്ഞു. ആ കല്യാണ വീടിന്റെ മുമ്പ് കൂടി പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ വളരെ പ്രകോപനമായിട്ട് ഓണടിച്ചുകൊണ്ട് സ്പീഡിൽ ബൈക്കുകൾ ചീറിപ്പാഞ്ഞത് കണ്ടപ്പോൾ അവിടെ കല്യാണ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളൊന്ന് വെല്ല പോയും എന്ന് പറഞ്ഞു. അത് പറ്റാത്തതിൻ്റെ പേരിൽ ബൈക്കുമെന്ന് ഇറങ്ങി വന്ന NDAയുടെ കുറച്ച് BJPയുടെ കുറച്ച് പ്രവർത്തകർ കല്യാണ വീട്ടിലേക്ക് ആക്രമിക്കുകയും കല്യാണ വീട്ടിലുണ്ടായിരുന്ന വറകും വടിയും എടുത്തുകൊണ്ട് ആക്രമിക്കാൻ വരികയും അവിടെ ഉണ്ടായിരുന്ന കല്യാണ വീട്ടിലെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന കല്യാണ വീട്ടിലെ ഒരു സുഹൃത്ത് ജിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ BJPയുടെ നിയോജകമണ്ഡലം വണ്ടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സുനിൽ ബോസ് ജാതിപ്പേര് വിളിച്ച് അവഹേളിക്കുകയും എന്താണ് നിനക്ക് ഇവിടെ മാപ്പിളാര കല്യാണത്തിന് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറെ ചെറുപ്പക്കാരൻ കത്തിയെടുക്കടാ വെട്ടടാ എന്നുള്ള പ്രകോപനമായുള്ള സംസാരങ്ങളുണ്ടായി. ഞങ്ങളത് കേട്ട് അങ്ങാടിയിൽ നിന്ന് ബഹളം കേട്ടുകൊണ്ട് ഓടിയെത്തിയപ്പോഴാണ് പിടിച്ചു വെക്കാൻ ചെന്ന എന്നെയും പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തത്. എല്ലാവർക്കും സുനിൽ ബോസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രകോപനമായിട്ട് അടിക്കാനുണ്ടായത്. അത് തുഷാർ വെള്ളാപ്പള്ളിയുടെ വാഹനം കടന്നു പോയതിന് ശേഷം ബാക്കിലുണ്ടായിരുന്ന ബൈക്കുകളുമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സംഭവസ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വണ്ടൂർ വിഷൻ ന്യൂസ്, കാളികാവ്.